കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച വീണ്ടും പരാജയപ്പെട്ടു. ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പിരിഞ്ഞുപോയി. പ്രശ്നത്തിന് പരിഹാരം കാണും വരെ സമരം തുടരുമെന്ന് CITU. കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ തൊഴിൽ നിഷേധം ഉന്നയിച്ച് CITU പ്രവർത്തകർ നടത്തിവരുന്ന കുടിൽകെട്ടി സമരം 24 ദിവസങ്ങൾ പിന്നിട്ട വേളയിലാണ് വീണ്ടും ലേബർ ഓഫീസുകളിൽ ചർച്ച നടന്നത്. ആദ്യഘട്ടത്തിൽ ക്ഷേമനിധി ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് ചർച്ച നടന്നിരുന്നു. ഈ ചർച്ച തർക്കത്തിൽ കലാശിച്ചതിന് പിന്നാലെ പ്രശ്നം രൂക്ഷമായതോടെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി കഴിഞ്ഞ 8-ാം തീയതി ഹാജരാകാനായി ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഇരുവിഭാഗത്തിനും കത്ത് നൽകിയിരുന്നു. അന്ന് വ്യാപാരി നേതാക്കൾ ചർച്ചയ്ക്ക് പങ്കെടുത്തില്ല. കടയുടമ പ്രകാശൻ മറ്റൊരു തീയതിയിലേക്ക് ചർച്ച മാറ്റിവെക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീടാണ് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ചർച്ച വിളിച്ചു ചേർത്തത്. ഇരുവിഭാഗവും അവരുടെ നിലപാടുകളിൽ നിന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ചർച്ച പിരിഞ്ഞു. സമരം വിഷയത്തിൽ തീരുമാനമാകുന്നതുവരെ തുടരാനാണ് CITU നിലപാട്. കോടതി വിധിയുമായി മുന്നോട്ടു പോകാനാണ് പ്രകാശിന്റെയും തീരുമാനം. പ്രകാശന് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്നും വ്യാപാരി സംഘടനയാണ് വിഷയം വഷളാക്കുന്നതെന്നും CITU നേതാവ് K. ഗംഗാധരൻ ആരോപിച്ചു. ആ യന്ത്രത്തെ അംഗീകരിപ്പിക്കുക എന്നതാണ് വ്യാപാരി വ്യവസായി സംഘടനയ്ക്കുള്ള ഉത്തരവാദിത്തമായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വ്യാപാരി വ്യവസായി സംഘടന ജില്ലയിൽ ഹർത്താൽ നടത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ പ്രചാരവേലകൾ നടത്തുന്നില്ല. ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ആ തൊഴിൽ ഉടമയായിട്ട് 2008 ഉണ്ടാക്കിയുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഒരു തർക്കം ചെയ്യേണ്ട തൊഴിൽ നടന്നു വരികയാണ്. ആ തൊഴിൽ സ്ഥാപനം നിലനിൽക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ വിട്ടുവീഴ്ചകളും അവിടുന്ന് കയറ്റുന്ന എല്ലാ കയറ്റും അവരുടെ തൊഴിലാളികൾക്കും നടത്തിയിട്ടുണ്ട്. ആ സ്ഥാപനത്തിന് തിരിച്ചടക്കുന്ന ഒരു പണി മാത്രമാണ് 26 ചട്ടം അനുസരിച്ച് കാർഡ് കിട്ടി ക്ഷേമ ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഉള്ള കുളപ്പള്ളിയിലത്തെ 26 തൊഴിലാളികൾ എടുത്തു വരുന്നു. ആ തൊഴിലും എടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് വ്യാപാരി വ്യവസായി സംഘടന സ്വീകരിച്ചിട്ടുള്ളത്. ആ സംഘടന വളരെ ഗൗരവത്തോടുകൂടി ആ കാര്യം ചർച്ച ചെയ്യണം. ഈ പ്രശ്നം ഗണ്യമായി പരിഹരിക്കുന്നതിന് അവരുടെയും കൂടി സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് തൊഴിലാളി യൂണിയൻ CITU വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ.